നമസ്കാരം ഗൈസ്, ദിസ് ഇസ് സവിൻ. നമ്മൾ ഇന്ന് വട്ടവടയാണ് പോകുന്നത്. നിങ്ങൾ വട്ടവട വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്ററാണ് വട്ടവടയ്ക്ക് പോകാനുള്ളത്. 2 ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളാണുള്ളത്. 6 മണിക്ക് ശേഷം നമ്മളെ കടത്തിവിടത്തില്ല. സോ 6 മണിക്കുള്ളിൽ തന്നെ നമ്മൾ 2 ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളും കടന്നിരിക്കണം. നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം. 6 മണിക്ക് ശേഷം നല്ല കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് 6 മണിക്ക് ശേഷമുള്ള യാത്ര അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാട്ടുമൃഗങ്ങളൊക്കെ കാണാം ഈ വഴിയിലൂടെ പോകുമ്പോൾ. റോഡ് നല്ലതാണെങ്കിൽ പോലും വളവുകളും തിരിവുകളും ഉള്ള പാതയായതുകൊണ്ട് വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. മൂന്നാറിൽ നിന്ന് KSRTC അവൈലബിൾ ഉണ്ട് വട്ടവടയ്ക്ക്. കാറിലല്ല പോകുന്നതെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് KSRTC ആശ്രയിക്കാവുന്നതാണ്. ഒരുപാട് സർവീസുകൾ നമുക്ക് മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്കുണ്ട്. സോ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ക്ലിഫ് വ്യൂ മഡ് ഹൗസ്. ഇത് ഞങ്ങൾ മുൻകൂറായിട്ട് ബുക്ക് ചെയ്തതല്ല, ഇവിടെ വന്നതിന് ശേഷം കണ്ട് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തതാണ്. സോ ഇതിൻ്റെ മഡ് ഹൗസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്. വളരെ ശാന്തമായ പ്രദേശമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ രാത്രി ഒരു 6 മണിക്ക് ശേഷം 12 ഡിഗ്രിയിലോട്ടാണ് തണുപ്പ് പോയത്. ഇത് നമുക്ക് കോവലൂർ ഗ്രാമം കാണാം, വട്ടവട തായ് ഗ്രാമം ഇവിടുന്ന് കാണാൻ പറ്റും. നല്ലൊരു പ്രീമിയം ലുക്കായിട്ടുള്ള ഒരു മഡ് ഹൗസാണ്. ഫ്രീ വൈഫൈ ഉണ്ട്, ഹോട്ട് വാട്ടർ 24 hours അവൈലബിൾ ഉണ്ട്. ഇത് വട്ടവട ടൗൺ ആണ്. വട്ടവട ടൗണിൽ നിന്ന് ജീപ്പ് അവൈലബിൾ ഉണ്ട്. ജീപ്പ് സഫാരിക്ക് വേണ്ടി 3500 രൂപയാണ് നൈറ്റ് സഫാരി. 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയാണ് അവർ സഫാരി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേ ടൈമും 2000 രൂപയ്ക്ക് അവർ ജീപ്പ് സഫാരി അവൈലബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ATM അവൈലബിൾ ഉണ്ട്. അതുപോലെ ഹോട്ടൽസ് അവൈലബിൾ ഉണ്ട്. നല്ല ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് ഡെലിവറിയും അവിടെ അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത മഡ് ഹൗസിൻ്റെ നൈറ്റ് വ്യൂ ആണ്. സോ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു വൈബിലാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രൈവസി ആയിട്ടൊരു കോട്ടേജ് നമുക്ക് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കോവലൂർ ഗ്രാമത്തിൻ്റെയും തായ് ഗ്രാമത്തിൻ്റെയും നൈറ്റ് വ്യൂ ആണ്. സോ CCTV അവൈലബിൾ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഞങ്ങൾ ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്തതാണ്. സോ ക്യാമ്പ് ഫയറും അവർ സെറ്റ് ചെയ്ത് അവർ തന്നു. നമുക്ക് എപ്പോഴും ഒരു അസിസ്റ്റൻസിന് വേണ്ടി ഒരാൾ നമ്മുടെ കൂടെ കാണും. ഇത് ഞങ്ങൾ താമസിച്ച കോട്ടേജിൻ്റെ മുകളിലത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, ടെൻറ്റ് ഹൗസാണ്. ഇതിന് സെപ്പറേറ്റ് ചാർജാണ് അവർ ഈടാക്കുന്നത്. എന്നാൽ പോലും നമുക്ക് ടെൻറ്റ് ഹൗസ് മാത്രം മതി. ഒരു സിംഗിളായിട്ട് സോളോ ട്രിപ്പൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ടെൻറ്റ് ഹൗസ് മാത്രം എടുത്താൽ മതി. ഇത് പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു വ്യൂ ആണ്. ഇത് കാർ പാർക്കിംഗ് ഏരിയയാണ്. പ്രത്യേകിച്ച് കാർ പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, എന്നാൽ പോലും CCTV ഉള്ളതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ്. ഇത് ഞങ്ങൾ താമസിച്ച കോട്ടേജിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ട്രോബെറി ഫാമാണ്. 1 ബോക്സിന് 150 രൂപീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അവരുടെ തൈകളും അവൈലബിൾ ഉണ്ട്. അവർ 50 രൂപ കൊടുത്ത് നമുക്ക് തൈകളും മേടിക്കാം. വട്ടവടയിൽ നിന്ന് മൂന്നാർക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ ടീ പ്ലാന്റേഷൻസൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. നമുക്ക് താഴെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റും. നല്ലൊരു വൈബായിരുന്നു. അതിനുശേഷം എക്കോ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ലേക്ക് വ്യൂയിൽ ഞങ്ങൾ വണ്ടി നിർത്തി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. നല്ല സൈലൻ്റായിട്ടുള്ള ഏരിയയാണ്. പകൽ 11 മണിക്ക് ശേഷം ഭയങ്കര ക്രൗഡാണ് ഇവിടെ. ഞങ്ങളൊരു 9:30-ക്ക് 10-നും ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും കാണാനില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ ആണ്. താങ്ക് യു.